അപ്പോൾ നമ്മൾ ഇവിടെ പുതിയ യാത്ര ആരംഭിക്കുകയാണ്. 2 ദിവസം യാത്രയാണ് കേട്ടോ. പൂജ ഹോളിഡേയ്സ് തുടങ്ങി. അപ്പോൾ ഇന്ന് ഒക്ടോബർ 11 നമ്മൾ ഒക്ടോബർ 11, 12 പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു ഹിൽ സ്റ്റേഷനുണ്ട്, അഗളി. അപ്പോൾ അഗളിയിലാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ പാലക്കാട് ടൗണിൽ നിന്നും 67 കിലോമീറ്റർ ആണ് ഈ അഗളിയിലേക്കുള്ളത്. അഗളിയിൽ നമ്മളൊരു PWD റെസ്റ്റ് ഹൗസ് ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. കാരണം ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു 3 ദിവസമാണ് ഈ ദിവസങ്ങളെന്ന് പറയുന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും ഭയങ്കര തിരക്കായിരിക്കും. കാരണം കുട്ടികൾക്കൊക്കെ സ്കൂളൊന്നും ഇല്ലല്ലോ, എല്ലാ ഓഫീസുകളും ഒക്കെ അവധിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തിരക്ക് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് PWD റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തു. അപ്പോൾ പാലക്കാട് നിന്ന് 67 കിലോമീറ്റർ ആണ്. പാലക്കാട് നമ്മൾ പുറപ്പെട്ടു, മുണ്ടൂരെത്തി. മുണ്ടൂരിൽ നിന്ന് മണ്ണാർക്കാട് പോകണം. മണ്ണാർക്കാട് നിന്ന് നമ്മൾ അട്ടപ്പാടി ചുരം കയറിയാണ് നമ്മൾ ഈ അഗളിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് റോഡാണ്. നല്ല റോഡാണ്. ഇപ്പോൾ അടുത്തിടെയായിട്ട് വീതിയൊക്കെ കൂട്ടി നന്നായിട്ട് പണിഞ്ഞ റോഡാണ്. നല്ല സ്മൂത്ത് ട്രാഫിക്കാണ്. പാലക്കാട് കോഴിക്കോട് റോഡാണ് കേട്ടോ അത്. അപ്പോൾ പാലക്കാട് നിന്ന് മുണ്ടൂര്, പിന്നെ മണ്ണാർക്കാട്, ഇതാണ് റൂട്ട് എന്ന് പറയുന്നത്. മണ്ണാർക്കാട് എന്നിട്ട് നമ്മൾ വലതേക്ക് തിരിഞ്ഞ് അട്ടപ്പാടി ചുരം കയറി അഗളിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അട്ടപ്പാടി ചുരം കയറി തുടങ്ങി. റോഡിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കലുങ്കും അതുപോലെ സൈഡ് മതിലൊക്കെ കെട്ടുന്ന പണി നടക്കുകയാണ്. അതുകൊണ്ട് റോഡ് ഇച്ചിരി മോശമാണ് കുറച്ച് ഭാഗത്തോട്ട്. മുകളിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. വന്ന വഴിക്കൊക്കെ ഇച്ചിരി മോശമായിരുന്നു. ഇതുവരെ റോഡിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. 2-3 വണ്ടികളൊക്കെ മുന്നേ പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ തിരക്കാവുമായിരിക്കും. ഈ മഴക്കാലം കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ടേ കാട് നല്ല പച്ചപ്പുണ്ട്, നല്ല ഭംഗിയുണ്ട്. നല്ല റോഡാണിത്. നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് കാട്ടിനിടയിലൂടെയുള്ള ഈ യാത്രയും. റോഡ് ശ്രദ്ധിക്കണം, അധികം വീതിയില്ലാത്ത റോഡാണ്. പക്ഷെ 2 വണ്ടിക്ക് സുഖമായിട്ട് പോകാം. കാട് നല്ല ഭംഗിയല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അഗളി ഗ്രാമപഞ്ചായത്ത്, വെൽക്കം, സ്വാഗതം. ഓക്കെ, ചുരം കയറുകയാണ്. അപ്പം നമ്മൾ അട്ടപ്പാടി എത്തി. അട്ടപ്പാടിയിൽ താവളം എന്ന സ്ഥലത്തെത്തി. താവളത്തു നിന്ന് നമ്മൾ ഇടതോട്ട് തിരിഞ്ഞ് പരപ്പന്തറ വഴി നരസിമുക്ക് വ്യൂ പോയിന്റ് എന്ന സ്ഥലമുണ്ട്, അവിടേക്ക് പോവാണ്. ഈ വഴി നമുക്ക് ഊട്ടിയിലേക്കും മുള്ളിയിലേക്കും ഒക്കെ പോവാം. പക്ഷേ മുള്ളി വഴി നമുക്കിപ്പോൾ പോകാൻ പറ്റും. കാരണം വന്യജീവികളുടെ സ്വസ്ഥമായ ജീവിതത്തിൽ തടസ്സമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുള്ളി വഴി നമുക്ക് ഊട്ടിയിലേക്ക് ആളെ കയറ്റി വിടുന്നില്ല. അപ്പോൾ നമ്മുടെ വലത് ഭാഗത്ത് ഭവാനിപ്പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ തീരത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പോൾ പുഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് 2 വഴിക്ക് താവളത്തിൽ നിന്ന് അഗളി പോവാം. നേരെ പോയാലും അഗളി പോവാം. നമ്മൾ ഇടതോട്ട് താവളത്തിൽ നിന്ന് ഇടത് ഭാഗത്തൂടെ തിരിഞ്ഞ് പരപ്പന്തറ വഴി വേണമെങ്കിൽ നമുക്ക് ഇവിടെ അഗളിയിലേക്ക് പോവാം. ആ വഴിക്കാണ് നമ്മൾ നരസിമുക്ക് വ്യൂ പോയിന്റ് ഉള്ളത്. അല്ലാണ്ട് മലയുടെ മുകളിൽ കോട കിട്ടില്ലല്ലേ. ഓക്കെ,
ഇവിടുന്ന് നല്ല വ്യൂ ആണ് കണ്ടോ, മല കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതൊരല്പം ചുറ്റാണ്, എന്നാലും ഈ റോഡ് നല്ല റോഡെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി വരുന്നത്. നല്ല അതിന്റെ മുകളിൽ പശുക്കൾ മേയുന്നുണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അട്ടപ്പാടിയിലെ കാഴ്ചകൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പണ്ട്, അതായത് 2019 ഡിസംബറിൽ നമ്മൾ ഊട്ടി പോയത് ഈ വഴിയായിരുന്നു. താവളത്തുനിന്ന് ഇടതോട്ട് തിരിഞ്ഞ് നമ്മൾ നേരെ മുള്ളിയിലെത്തി. മുള്ളിയിൽ നിന്ന് നമ്മൾ മഞ്ചൂര് വഴി, മഞ്ചൂരാണോ മഞ്ഞൂരാണോ എന്നറിയത്തില്ല, മഞ്ചൂർ എന്നാണ് തോന്നുന്നത്, മഞ്ചൂര് വഴി നമ്മൾ ഊട്ടി പോയി. ആ പോകുന്ന വഴിക്ക് കിണ്ണക്കോര എന്നൊരു സ്ഥലമുണ്ട്. അത് നല്ല രസമുള്ള സ്ഥലമാണ്. ഊട്ടിയുടെ ഒരു പ്രാന്തപ്രദേശമാണ് ഈ കിണ്ണക്കോര. ആ മഞ്ചൂരും അതുപോലെ തന്നെ നല്ല രസമാണ്. പക്ഷെ ഇത്തവണ അന്വേഷിച്ച് പറഞ്ഞത് അവിടെ നിന്ന് കടത്തി വിടുന്നില്ലെന്നാണ്. അവിടെ ഒരുപാട് വൈൽഡ് ലൈഫ് ഉള്ളത് കൊണ്ട് വാഹനങ്ങൾ പ്രശ്നമാണത്രേ. നമ്മളിപ്പോൾ താവളം മുള്ളി റോഡെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ആ റോഡ്. നമ്മൾ വെറുതെ ഇങ്ങോട്ട് വന്നതാണ്. ജസ്റ്റ് ഒരിക്കൽ പോയിട്ടുണ്ട്. ഇതുവഴി നമ്മൾ ഊട്ടി പോയിട്ടുണ്ട്. മുള്ളി വഴി മഞ്ഞൂര് വഴി ഊട്ടി പോയിട്ടുണ്ട്. ഈ ഒഴുകുന്നതാണ് ഭവാനിപ്പുഴ. ഭവാനിപ്പുഴയാണിത് കേട്ടോ. നല്ല വ്യൂ ആണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി വന്നതാണ്. അവിടെയൊക്കെ കൃഷിയിടങ്ങളാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല പച്ചപ്പാണ്, വീടുകളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇനി നമ്മൾ വീണ്ടും തിരിച്ചു പോകും. താവളം എന്ന സ്ഥലത്തെത്തിയിട്ട് മെയിൻ റോഡിൽ കയറിയിട്ട് വീണ്ടും താഴേക്ക് ഇറങ്ങും. താഴേക്ക് ഇറങ്ങുമ്പോഴാണ് പരപ്പന്തറ, നരസിമുക്ക് വ്യൂ പോയിൻ്റൊക്കെ വരിക. അപ്പോൾ ഇതാണ് താവളം മുള്ളി റോഡ്. മുള്ളി വരെ നമുക്ക് പോകാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കയറ്റി വിടില്ല. നമ്മളെ പയ്യൻ അവിടെ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും താവളം ജംഗ്ഷനിൽ വന്ന് കയറി. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റിലേക്ക് ഒരു ചെറിയ വഴി, ഇതുപോലത്തെ ഒരു വഴി കണ്ടു. ആ വഴിയിലേക്ക് കയറി. അപ്പോൾ നേരത്തെ നമ്മൾ പുഴ നമ്മുടെ വലത് ഭാഗത്തായിരുന്നു. ഇപ്പോൾ നമ്മൾ പുഴ ഇക്കരെ കടന്ന് നമ്മൾ ഇനി ഇടത് ഭാഗത്തായിട്ടാണ് പുഴ ഒഴുകുന്നത്, ഭവാനിപ്പുഴ. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. ചെറിയ റോഡാണ്, നല്ല റോഡാണ്, ഒരു തിരക്കുമില്ല. കുന്നും മലകളും കൃഷിയിടങ്ങളും ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. കവുങ്ങ്, വാഴത്തോട്ടം. പുഴയാണ്, ഭവാനിപ്പുഴയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടത് ഭാഗത്തുള്ള റോഡേ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് മുകളിലേക്കൊക്കെ നല്ല ഭംഗിയുണ്ട്. മല ഭയങ്കര രസമുണ്ട്. ഇതിൽ ആന വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. മറ്റേ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടിയുടെ മനോഹരമായ പ്രദേശങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പരപ്പന്തറ റിവർ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. വന്ന വഴിക്ക് വണ്ടികളൊന്നും കണ്ടില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു 6-7 കാറുകൾ ഇവിടെ ഉണ്ട്. ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഷീറ്റൊക്കെ വിരിച്ചവർ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ കുറേ ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്. നല്ല മനോഹരമാണ് കേട്ടോ സംഭവം, അടിപൊളിയാണ്. നദിക്ക് ഈ ഭാഗത്ത് വലിയ ആഴമില്ല, പക്ഷെ എന്നാൽ ആഴമുള്ള ഭാഗമുണ്ട്. അങ്ങോട്ടൊക്കെ കുറച്ച് ആഴമുണ്ട്. നല്ല പച്ച പുല്ലും, കരയിൽ പച്ച പുല്ലും നല്ല പച്ചപ്പും നല്ല ഒഴുക്കും, നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്.
അപ്പോൾ ഇതാണ് പരപ്പന്തറ റിവർ വ്യൂ പോയിന്റ്. ആളൊക്കെ കുളിക്കുന്നുണ്ട്. என்ன பண்ண முடியாது, அறிவு இருக்குங்க. ஷூ கட்டிட்டு ஷூவோடயே வந்தீங்கன்னா இதெல்லாம் சொல்லுவாங்க. ഭവാനിപ്പുഴയാണിത്, ഭവാനിപ്പുഴ. നല്ല രസമുണ്ട്. ചിലയിടത്ത് നല്ല ആഴമുണ്ട്, നമുക്കറിയാത്തതാണ്. ചിലയിടത്ത് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ആ ഭാഗത്ത് നല്ല ഒഴുക്കാണ്, നല്ല കുത്തൊഴുക്കാണ് അവിടെ. ആ ഒഴുക്കിൽ നമുക്ക് നിൽക്കാൻ പറ്റൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വെള്ളം കുറച്ച് ചെറിയ രീതിയിലാണ്. കുറേ ആളുണ്ട്, ഒരു 10-50 പേരുണ്ട് എല്ലാവരും കൂടെ. കുറേ പേര് കുളിക്കുന്നുണ്ട്. ഈ പുഴയിൽ കാലിട്ട് കുറേ നേരം ഇവിടെ ഇരിക്കാം, കല്ലിലിരിക്കാം. നല്ല രസമാണ്. ആ കല്ലിലിരിക്കാം കേട്ടോ, ആ കല്ലിലിരിക്കാം. അവിടെ ഒരു കൂട്ടം ആളുകളെ ഒരു ടെൻ്റ് അടിച്ച് അവിടെ ബാച്ചിലേഴ്സാണ് കുറച്ച് പേര്. ബാച്ചിലേഴ്സ് അല്ല, ജെൻസാണ് കുറച്ച് പേര്. അവിടെ ടെൻ്റൊക്കെ അടിച്ച് കുക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, കുളിയും എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ നമ്മൾ പരപ്പന്തറ റിവർ വ്യൂ പോയിന്റ് കഴിഞ്ഞ് നമ്മളിപ്പോൾ നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയെ നിറയെ കൃഷിയിടങ്ങളാണ്. മരച്ചീനിയുണ്ട്, വാഴയുണ്ട്, കമുങ്ങുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ പലതരം കൃഷിയാണ് ഉള്ളത്. വാഴ കൃഷി, വാഴയുണ്ട്, മരച്ചീനിയുണ്ട്. മണി ഇപ്പോൾ 4:15. അപ്പോൾ നമ്മൾ നരസിമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. നമ്മളെ വണ്ടി അവിടെ നിർത്തണം. എന്നിട്ട് ഇങ്ങനെ ഈ വഴി കുറച്ച് പേരൊക്കെ ഇന്നും ഉണ്ട്. അധികം തിരക്കൊന്നുമില്ല, തിരക്ക് കുറവാണെന്ന് പറയാം. ഇങ്ങനെ പോകണം, ഈ വഴിയെ പോയി ആ ടോപ്പിലേക്ക് ആളുകൾ പോകുന്ന വഴിയിൽ നമുക്ക് അങ്ങോട്ട് കയറണം. ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട്. അവിടെയാണ് നമ്മുടെ നരസിമുക്ക് വ്യൂ പോയിന്റ്. നല്ല രസമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച, നല്ല രസമാണ്. നല്ല അവിടെയൊക്കെ വീടുകളൊക്കെ കാണാം, അങ്ങ് മലനിരകൾ കാണാം. ഇപ്പം മണി 5 മണിയായി. ചെറിയൊരു തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, കൊള്ളാം, നല്ലൊരു അന്തരീക്ഷമാണ്. ഒരു വണ്ടി, 2 വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കും. അതെങ്ങനെ അവിടെ എത്തിയെന്ന് മനസ്സിലായില്ല. അത് റോഡാണ്, നമ്മൾ വന്ന റോഡാണത് പോകേണ്ടത്. ഇവിടെ നിന്നുള്ള നല്ല വ്യൂ ആണ്. ഈ മനോഹരമായ
മലനിരകളെ പച്ചപ്പിനെയൊക്കെ ദാ ഇവിടെ ഒരാൾ ഒപ്പിയെടുക്കുന്നുണ്ട്. നോക്കൂ, അടിപൊളി പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ എന്ത് രസം നോക്കി. ഹായ്, നമ്മുടെ പെരിന്തൽമണ്ണക്കാരനായ സുധീറാണ്. സാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷണലി പെയിൻ്ററാണോ? ആണ്, ഞാൻ ആക്ച്വലി ഡിസൈനറാണ്. ഓക്കെ ഓക്കെ പെയിന്റിംഗ് ഹോബിയായിട്ടൊക്കെ ചെയ്യുന്നു. ഓക്കെ, കുറച്ച് നേരമായ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്? ഒരു മണിക്കൂർ മുകളിലായി. ഓക്കെ, എങ്ങനെ വന്നു? ഇല്ല, ഫാമിലി ഉണ്ട്. ഐ സി. അവർ മുകളിലേക്ക് പോയോ? അവർ മുകളിലേക്ക് പോയി. ഓക്കെ ഓക്കെ, ഞാനിങ്ങനെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഇത് ഏതെങ്കിലും ഇത് നോക്കി വരച്ചതാണോ? ഇത് ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്ന് ഒരു പിന്നീട് പിക്ചർ നമ്മുടേതായ ശൈലിയിലേക്ക് മാറ്റും. ഇതൊക്കെ അതൊക്കെ ലൈവായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഇതെവിടെയാണോ? ഇത് നമ്മുടെ എറണാകുളത്തെ ഒരു ജൂ പള്ളിയില്ലേ? ഓ, മറ്റേ മട്ടാഞ്ചേരി ജൂതപ്പള്ളി. അതെ, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നരസിമുക്ക് വ്യൂ പോയിൻ്റ് എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. ആളുകൾ കുറച്ച് പേര് കയറി വരുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടുന്ന് 360 ഡിഗ്രി വ്യൂ കിട്ടും കേട്ടോ. ടോപ്പ് ചുറ്റും കാണാൻ പറ്റും, എല്ലാ സ്ഥലവും ഇവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ അങ്ങകലെ കാറ്റാടിപ്പാടങ്ങൾ. എങ്ങനെയുണ്ട്? 13 ബെഡ്. ഈ ക്യാൻവാസിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇത് പകുതിയായി, ഇതാ ഇപ്പോൾ ഇത് പൂർത്തിയായി. നല്ല മനോഹരമായിട്ടുണ്ട്. നല്ല കോടയുണ്ട്. ഇതാണ് നല്ല നമ്മൾ താമസിച്ച PWD റെസ്റ്റ് ഹൗസ്. 7 മുറികളാണ് ഇവിടെ ഉള്ളത്, എല്ലാം ഫുള്ളാണ്. പകളി ടൗണിൽ തന്നെയാണ് ഇതുള്ളത്. ആ മുറിയിലാണ്, റൂം നമ്പർ 4-ലാണ് നമ്മൾ താമസിച്ചത്. അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു മുറിയാണ്. ഇപ്പോൾ മണി 6:45. കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇവിടെ ഈ സൈഡിൽ കുറേ ശിലാരൂപങ്ങളൊക്കെ ഉണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പങ്ങളാണിത്. പഴയ ചരിത്ര അവശേഷിപ്പുകളാണ് ശില്പങ്ങൾ. അധികം പൈസയൊന്നും ആവില്ല ഇവിടെ താമസിക്കാൻ. ചെറിയ ചിലവിൽ നമുക്ക് ഇവിടെ താമസിക്കാൻ പറ്റും. ഇത് പുതിയതാണ്, ഇപ്പോൾ വലതു ഭാഗത്ത് കണ്ടത് പഴയതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒക്ടോബർ 12 നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നലെ PWDയുടെ റെസ്റ്റ് ഹൗസിൽ താമസിച്ചു. അപ്പോൾ 11 മണിക്ക് നമ്മൾ ചെക്കൗട്ട് ചെയ്തു. നേരെ
നമ്മൾ പോകുന്നത് ഗൂളിക്കടവ് വഴി, അകളിയിൽ നിന്ന് ഗൂളിക്കടവ് വഴി നമ്മൾ നേരെ മുക്കാലി വഴി മണ്ണാർക്കാടെത്തി, മണ്ണാർക്കാടെന്ന് നേരെ പാലക്കാടേക്ക് തിരിച്ചു പോയി. ഉച്ചയോടുകൂടി, അതായത് 2 മണിയോടുകൂടി നമ്മൾ പാലക്കാടെത്തും. ഇവിടെ പൊരിഞ്ഞ കളി നടക്കണം കേട്ടോ കാറിൻ്റെ മുകളിൽ. അമ്മയും മോനും ആണെന്ന് തോന്നുന്നു. തല കുത്തി മറിയുന്നു. കടകം, മോതിര കടകം. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. നഗരം മലയുടെ മുകളിൽ മഞ്ഞ്, കോടമഞ്ഞുണ്ട്. താഴെ ഒരു പുഴ കുത്തി ഒഴുകുന്നുണ്ട്. ഇതൊരു ഫോട്ടോ പോയിന്റ് കൂടിയാണ്. ഇവിടെ ഒരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ഇതൊരു ഹെയർ പിൻ വെന്റാണ്, കൊടും വിളവാണ്. ആ കോട കിട്ടണമെങ്കിൽ